സൊല്യൂഷൻ. നീ ഇവളെയും കൂടെ അവിടെ പഠിപ്പിക്കാനുള്ള പരിപാടിയാ? ഇംഗ്ലീഷ് ഭാഷ. പൊട്ടൻഷ്യൽ. കമ്മിറ്റ്മെന്റ്. റഷ്യൻ. സ്ട്രക്ചർ. ഇനി നീ ചോദിക്കേ. ടീച്ചർ ഇതെന്താ ശക്ത മാർക്കറ്റിലുണ്ടാവില്ല ഇത്രയും ഒച്ച വെച്ചതല്ല ടീച്ചറെ. പിന്നെന്താ നാമം ജപിച്ചതാ? ടീച്ചറെ ഈ അമ്പിളിയില്ലേ ഏത് ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞാലും അതിന്റെ സ്പെല്ലിംഗ് പറയും. ആര്? അമ്പിളിയോ? ബെസ്റ്റ്. ഒന്നിങ്ങോട്ട് വാ. പാസ്. എന്താ സ്പെല്ലിംഗ്? PASS. അതിന്റെ അർത്ഥം എന്താ? ജയിക്കുക. ജയിക്കുക അല്ലേ? ഇതെത്രയാ മാർക്ക്? പറയൂ. 58. ജയിച്ചാ? കഷ്ടമാണല്ലോടി നിന്റെ കാര്യം. റാപ്പിഡ് ചെസ് ടൂർണമെന്റിന് നീയല്ലേ പോകുന്നത്? ഇപ്പോ നീയാണല്ലോ ഇവിടുത്തെ ഗ്രാൻഡ് മാസ്റ്റർ. എന്തായാലും ജയിക്കില്ലേ നീ അവിടെ? നിന്റെ വീട്ടിലേക്ക് വരണമെന്ന് ഡാഡി ജോണി അങ്കിളിനോട് പറയണ കേട്ടു. എന്തിനാന്നറിയാലോ? ഹലോ സുബ്രഹ്മണ്യൻ, എന്താ നിന്റെ ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞത്? കളി പഠിപ്പിച്ചു തരാന്നാണോ? ബാ പോവാ. ചേട്ടാ അതാരാ വരുന്നത്? എന്താ നിങ്ങൾ ഈ ഭാഗത്തോടെ? അതിന് ഞങ്ങൾ ചേട്ടന്റെ ഭാഗത്തേക്ക് വന്നിട്ടില്ലല്ലോ. ചേട്ടാ ഇത് പിടിക്ക്. ഡോക്ടർ, എഞ്ചിനീയർ, IAS, IPS, കേണൽ, ഇതൊക്കെ ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ പേരുകൾക്കൊപ്പം കാണുന്ന ലെറ്റേഴ്സാണ്. ഇവനിപ്പോൾ പുതിയ ലെറ്റേഴ്സൊക്കെ കണ്ടുപിടിക്കേണ്ടി വരുമല്ലോ. സി മിസ്റ്റർ വനജൻ, ഈ സുബ്രഹ്മണ്യൻ ഇത്രയും കാലം താങ്കളുടെ മകൻ മാത്രമായിരുന്നു. ബട്ട് നൗ ഹി ഈസ് എ സ്റ്റുഡന്റ് ഓഫ് ഇംപീരിയൽ ഇന്റർനാഷണൽ സ്കൂൾ. ഈ കടല എന്നൊക്കെ വിളിച്ചിട്ട് സ്ട്രീറ്റ് വഴി നടക്കുന്നതേ ഇവിടെ പഠിക്കുന്ന ഏതെങ്കിലും സ്റ്റുഡൻസിന്റെ പാരന്റ്സ് കണ്ട വി ആർ ആൻസറബിൾ ടു ദം. ഇതിപ്പോ ഞങ്ങളുടെ ഈ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡിഗ്നിറ്റിയെയും റെപ്യൂട്ടേഷനെയും ബാധിക്കും. മാത്രമല്ല ചൈൽഡ് ലേബർ, ദാറ്റ്സ് അഗൈൻസ്റ്റ് ദ ലോ ആൻഡ് ഇറ്റ്സ് പണിഷബിൾ ടു. ഒരൊറ്റ കംപ്ലൈൻറ്റ് മതി, നിങ്ങളൊക്കെ അകത്താവും. സാറ് പറഞ്ഞൊക്കെ മനസ്സിലായി. പക്ഷെ എന്നെ സഹായിക്കാൻ ഇവനും മോളും മാത്രമേ ഉള്ളൂ. ലുക്ക് മിസ്റ്റർ, there are two options before you. ഒന്നുകിൽ ഈ കുട്ടിയെ നിങ്ങൾ കച്ചവടത്തിന് കൊണ്ടുപോകാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് TC വാങ്ങിച്ചിട്ട് പോവാം. ഓക്കെ, വൺ മോർ തിങ്. നിങ്ങളുടെ ആ ഉന്തുവണ്ടിയില്ലേ, അതുമായിട്ട് ദയവേദി സ്കൂളിന്റെ ഗേറ്റിന് മുന്നിൽ വന്ന് നിൽക്കരുത്. അത് സുബ്രഹ്മണ്യത്തിന് മറ്റു കുട്ടികൾ മുമ്പിൽ നാണക്കേടുണ്ടാക്കും. എനിവേ യു ക്യാൻ ഗോ നൗ. ഇപ്പോഴത്തെ പിള്ളേർക്ക് നരച്ച തലയുള്ള പേരൻസ് തന്നെ സ്കൂളിലേക്ക് വരുന്ന നാണക്കേടാണ്. അപ്പോഴാണ് ഇയാളുടെ ഉന്തുവണ്ടി. ഞാനും വന്നോട്ടെ. ഇന്നലെ ആ മാനേജറും പ്രിൻസിപ്പാളും കൂടി വിളിച്ചു നിർത്തി പറഞ്ഞതൊക്കെ നീ മറന്നോ? ഞാൻ അന്നേ പറഞ്ഞല്ലോ എനിക്ക് സ്കൂളിൽ പഠിക്കണ്ടെന്ന്. ഞാനും. അതൊന്നും സാരയില്ലടാ, അച്ചാച്ചൻ കൂടെ ഉണ്ടല്ലോ. നീ ചെന്നിരുന്ന് പഠിക്കും. ശരി. അമ്പു, നീ റൗണ്ട് കിട്ടി എവിടേക്കും പോവാലേട്ടാ. അച്ഛാ, അവളെ ഒറ്റയ്ക്ക് റോഡ് ക്രോസ് ചെയ്യാൻ സമ്മതിക്കരുതിട്ടാ. എടാ അതൊക്കെ അച്ഛൻ നോക്കോളാം, നീ ചെല്ല്. ശരി അച്ചാച്ചാ. ചെല്ലടാ. സുബ്രു, അമ്മയെ നോക്കിക്കോളണം കേട്ടോ. അമ്മയ്ക്ക് സുഖമില്ലാതായിട്ട് അച്ചാച്ചൻ ഇതുവരെ അമ്മയെ തനിച്ചാക്കിയിട്ട് പുറത്തു പോയിട്ടില്ല. എന്താ ചെയ്യാ, സുബ്രുവിന് ഇപ്പോൾ ഇവിടെ വരാൻ പറ്റാത്ത കഷ്ടമായി.
ഓരോ സ്കൂളിലെ നിയമങ്ങളെ. ആ അതൊന്നും സാരമില്ല സക്കീറെ, അവൻ്റെ ഭാവി നോക്കണ്ടേ. ചേട്ടാ വാ, നീ കളിക്കലെങ്കിൽ പഠിക്കാണ്ട്. ഓ നീ ഒന്ന് മാറി, എനിക്ക് നാളെ ക്ലാസ് ടെസ്റ്റ് ഉള്ളതാ. നീയോ പഠിക്കില്ല, അവനെ പഠിക്കാൻ സമ്മതിക്കില്ലേ? വലിയൊരു പഠിത്തക്കാരൻ വന്നിരിക്കുന്നു. എനിക്കുണ്ട് നാളെ ക്ലാസ് ടെസ്റ്റ് ഒക്കെ. അമ്മ, സ്കൂളിലുള്ള എല്ലാവരും ട്യൂഷനും കൊണ്ട് ഞാനും പൊക്കോട്ടെ. അവിടെ ഇരിക്കണം മുഴുവൻ മനസ്സിലാവണില്ല. അവരൊക്കെ വലിയ കാശിയാരാ സുബ്രു, നമ്മൾ അങ്ങനെയാണോ? ഇപ്പൊ തന്നെ നമുക്ക് ഫീസ് കൊടുക്കണ്ടെന്നേ ഉള്ളൂ. നിക്കടി, ബാക്കി ചെലവുകളെല്ലാം കൂടി വരിക. ഒന്ന് പോയേ. എടിക്കടി അവിടുന്ന്, അവളുടെ ഒരു കളി. പങ്കു, നീ എന്തായി കാട്ടണേ? ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? ഒരു നേരെ ചെക്കനെ പഠിക്കാൻ സമ്മതിക്കില്ല, അവളോ പഠിക്കയില്ല. നിർത്തടി, പുതിയ സ്കൂളിൽ പോക്കും പഠിത്തമൊക്കെ ഇവളിവിടെ കഷ്ടപ്പെട്ടിട്ടാ, അത് മറക്കണ്ട. വനജേട്ടാ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞു. സ്കൂളിന്റെ പത്രാസിലൊക്കെ നീയും മയങ്ങിയല്ലേ? അവള് കാട്ടിയത് വനജേട്ടനും കണ്ടതല്ലേ? ചില്ലറ സൗഭാഗ്യങ്ങളൊക്കെ വന്നു തുടങ്ങുമ്പോ നമ്മളെ പോലുള്ള മനുഷ്യരെല്ലാം മറക്കും. ഇപ്പൊ ഞാൻ അമ്പു വാ, നമുക്ക് പോയി കളിക്കാം. ആ ശരി. കണ്ടോ ഇത്ര ഉള്ളവരുടെ വഴക്ക്, വെറുതെ കണക്കൂട്ടിൽ തെറ്റിക്കാനായിട്ട്. ഞാനല്ലല്ലോ, വനജേട്ടനല്ലേ? നിങ്ങൾ എന്തൊട്ടും മണ്ടത്തറയി കാണിക്കുന്നത്? ഇമാതിരി പൊട്ടക്കളി കാണുമ്പോൾ നമ്മുടെ സുബ്രുവിന്റെ വില നമുക്ക് മനസ്സിലാവും. എപ്പോ നോക്കിയാലും ഒരു സുബ്രു സുബ്രു സുബ്രു. എന്നാ പിന്നെ അവനെ വിളിച്ച് കളിക്ക്. ഞാൻ വിളിച്ച ആ സെക്കൻഡിൽ അവിടെ വരും. പിന്നെ പക്ഷെ ഞാൻ വിളിക്കില്ലേ. അതെന്താ വിളിക്കാതെ? അങ്ങനെ അവിടെ കളിക്കണ്ടാ. ഞാൻ വിളിച്ചാവും വരും ചെയ്യും, കളിക്കും ചെയ്യും. എന്നാലും ഞാൻ വിളിക്കും. ഓരോന്നും പറഞ്ഞോണ്ടിരുന്നോളൂ. അവനിവിടെ ഇരുന്ന് കളിച്ച് തീരണ ചെക്കനല്ലോ, വേറെ ലെവലിലെത്തണ്ടോന്നല്ലേ, അതാ വിളിക്കാത്തത്. സുബ്രു, അച്ചാച്ചനൊന്ന് പിടിച്ചോളാം. എന്താ പറ്റിയേ? നമ്മുടെ വണ്ടിയോ? അച്ചാച്ചന് വയ്യാത്തോണ്ട് വണ്ടി റൗണ്ടിലിട്ടേക്കുക. അതും കൊടുത്തടാ, അങ്ങോട്ട് കൊടുത്തേ. സൂക്ഷിച്ച്. ഒരു തഞ്ചത്തിൽ അങ്ങനെ പോവുകയായിരുന്നു. ഇനിയിപ്പോ എന്നെ നിങ്ങൾ നോക്കേണ്ട ഞാൻ ഗതികേടാണ്. അപ്പോഴേ പറഞ്ഞല്ലേ ഞാൻ പോവാന്ന്. അച്ചാച്ചന് വീട്ടിലിരുന്നൂടെ? അച്ചാച്ചൻ ഇപ്പൊ പോയിട്ട് എന്താ വനജേട്ടാ, എന്താ പറ്റിയേ? ഒന്നുമില്ല, അച്ഛനൊരു ചെറിയ വയ്യാഴിക. നീ അങ്ങോട്ട് ഇരി. പതുക്കെ പതുക്കെ. എന്താ? ഏയ് ഒന്നുമില്ലെന്നേ.